അങ്ങനെ ഞങ്ങൾ പിയറി എന്ന സൗത്ത് ഡെക്കോഡ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം കണ്ടു യാത്ര തിരിച്ചു. വീണ്ടും വിജനമായ ഭൂമി. ഓ മറ്റേ ടീമുകളാണല്ലേ. ഈ മറ്റേ ടീമുകൾ എന്ന് ഉദ്ദേശിച്ചത് ക്രിസ്ത്യൻ പ്രോ ലൈഫ് ടീമുകളാട്ടോ. നിങ്ങൾ പെറ്റുകൂട്ടു, നാലാമത്തെ കുട്ടിയുടെ ചെലവുകൾ സഭ എടുക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നാട്ടിലെ ചില മെത്രാന്മാർ പറയുന്നത് ആ ടീമുകളാണ്. ഇവിടെയും ക്രിസ്ത്യൻ ബെൽറ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തിന്റെ പേര് ബ്ലൻഡ്. ഇവിടെ കുറച്ച് ആൾതാമസവും പ്ലാന്റും ഒക്കെ ഉണ്ട്. ഒരു വ്യവസായമൊക്കെ ഉണ്ട്. സ്റ്റോർ പ്രോസസ്സിംഗിലായിരിക്കും അല്ലേ? എഥനോൾ ഉണ്ടാക്കുന്നതോ അങ്ങനെയൊക്കെ. ചോളത്തിൽ നിന്ന് എന്തോ ഉണ്ടാക്കൂലേ? ഒരു സൈഡിൽ നോക്കിയപ്പോ കുറെ പഴയ വണ്ടികൾ ഉപയോഗിക്കാണ്ട് കിടക്കുന്നുണ്ട്, തുരുമ്പ് പിടിച്ച പോലെയൊക്കെ ആയിട്ട്. ഇതിനിടയിൽ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒറ്റപ്പെട്ട വീടുകൾ താമസിക്കണം സമ്മതിക്കണം. വെറുതെ അല്ല ഇവിടെ എല്ലാവരും തോക്കുവേണം പറയണത്. ഇപ്പൊ സ്ഥലത്തിന്റെ പേര് ഹരോൾഡ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വീടുകളിലൊക്കെ നിറച്ച് കാറ്റാടി വരുന്ന സമയം ഒന്ന് രണ്ട് പേര് അവിടെ പോയിട്ട് പ്രൊജക്ട് ചെയ്തായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, അങ്ങകലെ കുറെ കാറ്റാടികൾ വെച്ചിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേനും എങ്ങുന്നില്ലാണ്ട് വന്നേക്കുന്ന രണ്ട് കുറ്റികള്. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവിടുത്തെ വാട്ടർ ടാങ്ക് ആണ്. ആ എഴുതി വെച്ചേക്കുന്നത് റൂറൽ വാട്ടർ സിസ്റ്റം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത സിറ്റിയായി. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഈ കാർഷിക ആവശ്യത്തിനുള്ള വണ്ടികളും അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളാണ്. പിന്നെ ഒന്ന് രണ്ട് ഹോട്ടലുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പമ്പും ഉണ്ട്. ഈ സിറ്റിയുടെ പേര് ഹൈമോർ. ഇവിടെ സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശാലമായ ഭൂമി. പിന്നെ വന്ന സ്ഥലമാണ് മില്ലർ. ഈ മില്ലർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കൗണ്ടിയുടെ തലസ്ഥാനമാണ്. കഴിഞ്ഞ സെൻസസ് പ്രകാരം ഇവിടുത്തെ ആകെക്കൂടെയുള്ള ആൾക്കാർ 1300 ഇത് നേരത്തെ കണ്ട സിറ്റിയേക്കാളും കുറച്ചുകൂടി വലുപ്പമുണ്ട്. കുറെ നേരമായിട്ട് ഈ സിറ്റിയിൽ വന്നപ്പോഴാണ് ഒരു പോലീസ് കാർ കണ്ടത്. ആരെ പിടിച്ചിട്ടേക്കാ. ഇവിടെ ഒരു കൗണ്ടിക്ക് ഒരു സ്കൂളാന്ന് തോന്നുന്നു. നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയ്ക്ക് ഒരു സ്കൂൾ അതുപോലെ ഇരിക്കും. സ്കൂൾ ബസ് കാണുന്നുണ്ട്. ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഫാം ഹൗസ് പോലെ ആയിരുന്നല്ലോ, വലിയ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും കുറച്ചും വലിയ വീടുകൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പോയപ്പോഴത്തേനും ഈ വീടുകളൊക്കെ കഴിഞ്ഞു. സിറ്റി കഴിഞ്ഞതോട് കൂടിയിട്ട് വീണ്ടും പരന്ന ഭൂമി. കൃഷി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. സാധാരണ തുടർച്ചയായിട്ട് വരെയാണെങ്കിൽ നമുക്ക് പിടിച്ചു പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടെ തുടർച്ചയായിട്ടുള്ള വരെയല്ലല്ലോ, അതുകൊണ്ട് വണ്ടിയുടെ ശക്തി പരീക്ഷിക്കാം. ഇൻഫിനിറ്റി QX80 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്ക് പവറൊന്നുമില്ല. നന്നായി ചവിട്ടി കൊടുത്താൽ തന്നെ വണ്ടി കയറി പോകണല്ലോ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ഇവിടെ എവിടെയാ സ്കൂളെന്ന്. ഒന്ന് രണ്ട് സ്കൂൾ നമ്മൾ കണ്ടു, പക്ഷെ ഇവിടെ കണ്ടില്ലേ. ഞാൻ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയുള്ള എനിക്ക് മനസ്സിലായത് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു സ്കൂളിലേക്ക് എത്തണമെങ്കിൽ 25-30 മൈൽ പോകണം. 25-30 മൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർ വരുന്നവരെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കൊച്ച് എല്ലാ ദിവസവും അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർ നിന്ന് പഠിക്കുന്നത് വൈകിട്ട് കഴിച്ചു പോകും വേണം. പറയുമ്പോൾ അമേരിക്ക തന്നെയാണ്, പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ അമേരിക്കയിലുണ്ട്.